ഹലോ ഗായ്സ്, വെൽക്കം ടു അക്യുവേദ ലേണിംഗ് ഹബ്. നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഡിബഞ്ചേഴ്സിനെ കുറിച്ചാണ്. അപ്പം നമ്മൾ ഇതുവരെ ഷെയർസിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഷെയറിൻ്റെ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നമ്മൾ ഡിബഞ്ചേഴ്സിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ മീനിങ്ങും അതിൻ്റെ കുറച്ച് കാര്യങ്ങളും അതേപോലെ ബോണ്ട് എന്താ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഫസ്റ്റ്, മീനിങ് ഓഫ് ഡിബഞ്ചേഴ്സ്. Debenture is a written instrument acknowledging debt under the common seal of the company. ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ ഡെപ്റ്റ് അക്നോളജ് ചെയ്ത് എഴുതി തയ്യാറാക്കിയൊരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ് ഡിബഞ്ചർ. അതാണ് പറയുന്നത് ഡിബഞ്ചർ ഈസ് എ റിട്ടൺ ഇൻസ്ട്രുമെൻറ്റ് അക്നോളജിങ് ഡെപ്റ്റ് അണ്ടർ ദ കോമൺ സീൽ ഓഫ് ദ കമ്പനി. നമ്മുടെ കമ്പനിക്ക് ഒരു കോമൺ സീൽ ഉണ്ടാവും. അതായത് കമ്പനി അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു കോമൺ സീൽ, അത് അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ഡെപ്റ്റ് അക്നോളജ് ചെയ്യുന്ന ഒരു എഴുതി തയ്യാറാക്കിയൊരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിനെയാണ് നമ്മൾ ഡിബഞ്ചർ എന്ന് പറയുന്നത്. According to Section 2, Subsection 30 of the Companies Act 2013, debenture includes debenture inventory, bonds and any other securities of a company whether constituting a charge on the assets of the company or not. 2013 കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 2 സബ്സെക്ഷൻ 30 പ്രകാരം ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കമ്പനിയുടെ അസറ്റിന്മേൽ ചാർജുള്ള കമ്പനിയുടെ ഇൻവെൻ്ററി, ബോൺസ്, അതേ നേച്ചറിലുള്ള ഏതെങ്കിലും സെക്യൂരിറ്റി ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതിനെയാണ് നമ്മൾ ഡിബഞ്ചർ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, കമ്പനിയുടെ അസറ്റിന്മേൽ ചാർജുള്ള, ഈ ചാർജ് എന്താണെന്ന് നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഈ ചാർജ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു ആവശ്യമാണ്. അപ്പോൾ ഇവിടെ ഇപ്പം ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി, കമ്പനിയുടെ അസറ്റിന്മേൽ ചാർജുള്ള ഡിബഞ്ചർ ഇൻവെൻ്ററി, ബോൺസ്, അതേപോലെ അതേ നേച്ചറിലുള്ള ഏതെങ്കിലും സെക്യൂരിറ്റി ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതിനെയാണ് നമ്മൾ ഡിബഞ്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചാർജ് എന്താണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ ചാർജിൻ്റെ കാര്യം ഡിബഞ്ചറിൽ പറഞ്ഞു. അപ്പോൾ ഈ ടേം ചാർജ് എന്താണെന്ന് നോക്കാം. The term charge simply refers to mortgage. It means securing the loan by encumbering assets against the loans. This implies that if the borrower or company fails to meet its obligation, the lender can secure his payment from assets or asset mortgaged. അതായത് ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോർഗേജ് എന്നാണ് മീനിങ്. നമ്മുടെ ബാലൻസ് ഷീറ്റിലൊക്കെ മോർഗേജിനെ കുറിച്ചൊക്കെ നമ്മൾ അക്കൗണ്ടിങ് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ വരാറുണ്ട്. അപ്പോൾ ഈ ചാർജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോൺ എടുക്കുമ്പോൾ അതിനൊരു സെക്യൂരിറ്റിക്ക് വേണ്ടി അസറ്റിന്മേലൊരു അവകാശം എടുക്കാറുണ്ട്. അതായത് നമ്മളിപ്പം ലോണിന് പകരമായിട്ട് ലോൺ എടുക്കുമ്പോൾ നമ്മൾ അവിടെ ബാങ്കിൽ ഇപ്പോൾ ലോൺ എടുക്കുക വെച്ചോ, ഒരു നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി നമ്മൾ സ്വർണം വെക്കാറുണ്ട്, ആധാരം വെക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതാണ് എന്ത് മോർഗേജ് എന്ന് പറഞ്ഞാൽ. അപ്പം ഒരു ലോൺ എടുക്കുമ്പോൾ അതിന് ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടി അസറ്റിന്മേലൊരു അവകാശം എടുക്കാറുണ്ട്. അപ്പോൾ ഈ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കമ്പനിയിലെ അസറ്റിൽ ചാർജ് ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ, അതായത് നമ്മുടെ ഈ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ആ അസറ്റിന്മേൽ ചാർജ് ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ, ഒരു കമ്പനി കടം വാങ്ങി, ഇപ്പം അരുൺ എന്നൊരു കമ്പനി അല്ലെങ്കിൽ എ ലിമിറ്റഡ് എന്നൊരു കമ്പനി കടം വാങ്ങി, ആ കടം വാങ്ങിയിട്ട് അത് റീപേ ചെയ്യാൻ അവർ ഫെയിൽ ആവുകയാണെങ്കിൽ ലെൻഡേഴ്സിന്, അതായത് കടം കൊടുത്തയാൾ, അവർക്കൊരു സെക്യൂരിറ്റി കിട്ടുന്നു. അതായത് ഇപ്പം ആ എ ലിമിറ്റഡ് അവരുടെ ഒരു ബിസിനസ്സിൻ്റെ ആധാരം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനത്തെ ഒരു അസറ്റ് നമുക്ക് ഇവിടെ വെച്ചിട്ടായിരിക്കും അവർ ലോൺ എടുക്കുക അല്ലേ. അവരവരുടെ അസറ്റ് നമ്മുടെ കയ്യിൽ വെച്ചു, അപ്പോൾ നമുക്ക് ആ ഒരു സെക്യൂരിറ്റി ഉണ്ട് അല്ലേ. അപ്പോൾ ആ സെക്യൂരിറ്റിക്ക് ഒരു അവകാശം നമുക്ക് കിട്ടുന്നു. അതാണ് ചാർജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം അവിടെ എന്താ, അവർ അസറ്റ് ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി there are two types of charge, fixed charge and floating charge. രണ്ട് ടൈപ്പ് ചാർജ് ഉണ്ട്, ഫിക്സ്ഡ് ചാർജും ഫ്ലോട്ടിംഗ് ചാർജും. A charge created on specific asset of a permanent nature such as land, building, machinery, etc. is known as fixed charge. അതായത് കമ്പനി ഡിബഞ്ചറുകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി എക്സെട്ര അങ്ങനെയുള്ള അസറ്റിന്മേൽ അവകാശം ഉണ്ടാകുമെന്ന് സ്പെസിഫിക് ആയിട്ട് എടുത്തു പറയുന്നതിനെയാണ് ഫിക്സ്ഡ് ചാർജ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതായത് ഇപ്പോൾ ലാൻഡിൽ അവകാശമുണ്ട്, ബിൽഡിങ്ങിൽ അവകാശമുണ്ട് എന്ന് അവർ സ്പെസിഫിക് ആയിട്ട് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഫിക്സ്ഡ് ചാർജ് എന്ന് പറയുന്നു. ഇനി ഫ്ലോട്ടിംഗ് ചാർജ്. എ ചാർജ് ക്രിയേറ്റഡ് നോട്ട് ഓൺ സ്പെസിഫിക് അസറ്റ് ബട്ട് ജനറലി ഓൺ ഓൾ അസറ്റ് ഈസ് നോൺ ആസ് ഫ്ലോട്ടിംഗ് ചാർജ്. ഇങ്ങനെ പർട്ടിക്കുലർ ആയിട്ട് അസറ്റിൻ്റെ പേരൊന്നും എടുത്തു പറയുന്നില്ല എങ്കിൽ, അതായത് ജനറലി ഏതെങ്കിലും അസറ്റിന്മേൽ അവകാശം അവർക്കുണ്ടായിരിക്കും, അങ്ങനെയാണ് എങ്കിൽ അതിനെയാണ് നമ്മൾ ഫ്ലോട്ടിംഗ് ചാർജ് എന്ന് പറയുന്നത്. അവർ സ്പെഷ്യലായിട്ട് ഇപ്പം ബിൽഡിങ്ങിനുണ്ട്, മെഷീനറിക്ക് ഉണ്ട് എന്ന് സ്പെഷ്യലായിട്ട് എടുത്ത് പറയുന്നില്ല, അങ്ങനെ പർട്ടിക്കുലറായിട്ട് പറയുന്നില്ല എങ്കിൽ അതാണ് നമ്മൾ ഫ്ലോട്ടിംഗ് ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ?
ബോണ്ട് എന്താണെന്ന് നോക്കാം. മീനിങ് ഓഫ് ബോണ്ട്. Bond is also an instrument of acknowledgement of debt. Traditionally, the government issued bonds, but these days, bonds are also being issued by semi-governmental and non-governmental organizations. ബോണ്ടും ഡിബഞ്ചർ പോലെ തന്നെ ഒരു ഡെപ്റ്റ് അക്നോളജ് ചെയ്തുകൊണ്ടുള്ളൊരു റിട്ടൺ ഇൻസ്ട്രുമെൻ്റ് ആണ്. ട്രഡീഷണലി ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്നതിനെ ബോണ്ടെന്നും പ്രൈവറ്റ് ഇഷ്യൂ ചെയ്യുന്നതിനെ ഡിബഞ്ചറും എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ സെമി ഗവൺമെൻറ്റലും ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് ഒക്കെ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ദ ടേംസ് ഡിബഞ്ചർ ആൻഡ് ബോണ്ട്സ് ആർ നൗ ബീയിങ് യൂസ്ഡ് ഇൻ്റർചേഞ്ചബിളി. അതായത് ഈ ബോണ്ട് എന്ന ടേം ഡിബഞ്ചറും ബോണ്ടും ഇൻ്റർചേഞ്ചബിളായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ബോണ്ടും ഡിബഞ്ചറും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. അപ്പോൾ എന്താണ് ഡിഫറൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ബോണ്ടിൽ ഇറ്റ് ക്യാൻ ബി ഇഷ്യൂഡ് വിത്തൗട്ട് പ്രീ ഡിറ്റർമൈൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ബോണ്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ ഒരു നിശ്ചിത ശതമാനം ഫിക്സ് ചെയ്യണമെന്നില്ല. അതായത് ഒരു നിശ്ചിത ശതമാനം ഇൻട്രസ്റ്റ്, ഇത്ര ഇപ്പോൾ 10% ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അങ്ങനെ ഫിക്സ് ചെയ്യണമെന്നില്ല. എന്നാൽ ഡിബഞ്ചർ ഇറ്റ് ക്യാൻ ബി ഇഷ്യൂഡ് അറ്റ് എ പ്രീ ഡിറ്റർമൈൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതായത് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഒരു പ്രീ ഡിറ്റർമൈൻഡ് റേറ്റിൽ ഇൻട്രസ്റ്റ് ഫിക്സ് ചെയ്തിട്ടാണ് ഇഷ്യൂ ചെയ്യുക. ഇപ്പോൾ 10% ഡിബഞ്ചേഴ്സ് എന്നൊക്കെ നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ കാണാറില്ലേ, അങ്ങനെ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കും ഡിബഞ്ചറിൽ. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഈസ് ഇഷ്യൂഡ് അറ്റ് എ മാക്സിമം ഡിസ്കൗണ്ട്. ബോണ്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് കൂടുതലായിരിക്കും, മാക്സിമം ഡിസ്കൗണ്ടിലായിരിക്കും ബോണ്ട് ഇഷ്യൂ ചെയ്യുക. ഡിബഞ്ചറിൽ ഇറ്റ് ഈസ് ഇഷ്യൂഡ് അറ്റ് എ ലെസ്സർ ഡിസ്കൗണ്ട്. ഡിബഞ്ചർ കുറഞ്ഞ ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അവിടെ ഒരു പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ളതായിരിക്കും, അതേപോലെ അവിടെ ഡിസ്കൗണ്ടും കുറവായിരിക്കും. തേർഡ് പോയിന്റ്, ദി ഡിഫറൻസ് ബിറ്റ്വീൻ റിഡംഷൻ പ്രൈസ് ആൻഡ് ഇഷ്യൂ പ്രൈസ് ഓഫ് ബോണ്ട് ഈസ് ട്രീറ്റഡ് ആസ് ഇൻട്രസ്റ്റ്. ബോണ്ടിൻ്റെ ഇഷ്യൂ പ്രൈസും റിഡംഷൻ പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇൻട്രസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. എന്നാൽ ഡിബഞ്ചറിൽ ദ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ഇറ്റ്സ് ഫേസ് വാല്യൂ ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഫേസ് വാല്യൂ ഇൻട്രസ്റ്റ് റേറ്റും അനുസരിച്ചാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ബോണ്ടും ഡിബഞ്ചറും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഷെയറും ഡിബഞ്ചറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഇതുവരെ കുറേ ക്ലാസ്സുകളിൽ ഷെയറിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇനി ഷെയറും ഡിബഞ്ചറും എന്താണ് ഡിഫറൻസ്. ഫസ്റ്റ് വൺ, ഷെയർ ഈസ് പാർട്ട് ഓഫ് ഓൺഡ് ക്യാപിറ്റൽ. ഷെയർ എന്ന് പറയുന്നത് കമ്പനിയുടെ ഓൺഡ് ക്യാപിറ്റലിൻ്റെ ഭാഗമാണ്, ഉടമസ്ഥതയുടെ ഭാഗമാണ്. എന്നാൽ ഡിബഞ്ചർ ഈസ് എ പാർട്ട് ഓഫ് ലോൺ ഓർ ബോറോഡ് ക്യാപിറ്റൽ. ഡിബഞ്ചർ എന്ന് പറയുന്നത് കമ്പനിയുടെ ക്രെഡിറ്റേഴ്സ് ആണ്, അത് ലോണിൻ്റെ അല്ലെങ്കിൽ ബോറോഡ് ക്യാപിറ്റലിൻ്റെ പാർട്ടാണ്. ഓക്കെ, ഇനി സെക്കൻഡ് പോയിന്റ്, ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ഓൺ ഷെയർസ്. ഡിവിഡൻഡ് ആണ് ഷെയർസിൽ നിന്നും കിട്ടുന്ന റിട്ടേൺ. ഷെയർസിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ എന്താണ്? ഡിവിഡൻഡ്. എന്നാൽ ഡിബഞ്ചറിലോ ഇൻട്രസ്റ്റ് ഈസ് പെയ്ഡ് ഓൺ ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചേഴ്സിൽ നിന്നാണ് കിട്ടുന്നത് റിട്ടേൺ? ഇൻട്രസ്റ്റ് ആണ് അവിടെ റിട്ടേൺ ആയിട്ട് കിട്ടുന്നത്. ഇനി തേർഡ് പോയിന്റ്, ദ റേറ്റ് ഓഫ് ഡിവിഡൻഡ് മേ വേരി ഫ്രം ഇയർ ടു ഇയർ. അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന ഡിവിഡൻഡിൻ്റെ റേറ്റ് ഓരോ ഇയേഴ്സും വേരി ചെയ്യാം. എന്നാൽ ഡിബഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഫിക്സ്ഡ്. അവിടെ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും കിട്ടുക. ഓക്കെ, ഇനി ഫോർത്ത് പോയിന്റ്, shareholder gets dividend only if there is a profit. Thus, it is an appropriation item. അതായത് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കിട്ടണമെങ്കിൽ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഡിവിഡൻഡ് ലഭിക്കൂ. അതുകൊണ്ട് തന്നെ ഇതൊരു അപ്രോപ്രിയേഷൻ ഐറ്റമാണ്, അതായത് പ്രോഫിറ്റിനെ ഡിവൈഡ് ചെയ്യുന്ന ഐറ്റം. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ലഭിക്കൂ. എന്നാൽ ഡിബഞ്ചർ ഹോൾഡറിനോ, ദ ഡിബഞ്ചർ ഹോൾഡർ ഗെറ്റ്സ് ഇൻട്രസ്റ്റ് വെദർ ദ കമ്പനി മേക്സ് പ്രോഫിറ്റ് ഓർ നോട്ട്. ദസ് ഇറ്റ് ഈസ് എ ചാർജ് ഐറ്റം. അതായത് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് കമ്പനിക്ക് ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും എങ്ങനെയാണെങ്കിലും അവർക്ക് കൃത്യമായിട്ട് ആ ഒരു കറക്റ്റ് ഇൻട്രസ്റ്റ് ലഭിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു ചാർജ് ഐറ്റമാണ്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലൊക്കെ കാണിക്കാറില്ലേ, അതുകൊണ്ട് തന്നെ ഇതൊരു ചാർജ് ഐറ്റമാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ്, എ ഷെയർ ഈസ് അൺസെക്യൂർഡ്. അതായത് ഷെയർ അൺസെക്യൂർഡ് ആണ്. കമ്പനിയിലെ ബാക്കി എല്ലാ ആളുകൾക്കും കൊടുക്കാനുള്ളതെല്ലാം കൊടുത്ത് ബാക്കിയുണ്ടെങ്കിൽ മാത്രമേ അവിടുത്തെ ഷെയർ ഹോൾഡറിന് റിട്ടേൺ ലഭിക്കൂ. അതുകൊണ്ട് തന്നെ ഇത് അൺസെക്യൂർഡ് ആണ്. അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് അവർക്ക് കറക്റ്റ് പ്രോഫിറ്റ് കിട്ടിക്കൊള്ളണം എന്നില്ല, അൺസെക്യൂർഡ് ആണ്. എന്നാൽ ഡിബഞ്ചർ ഈസ് ജനറലി സെക്യൂർഡ്. ഡിബഞ്ചറിൽ ആ കറക്റ്റ് പറയുന്ന ഇൻട്രസ്റ്റ് കിട്ടിയിരിക്കും, അതുകൊണ്ട് തന്നെ അത് സെക്യൂർഡ് ആണ്. ഷെയർ ഹോൾഡർ, അടുത്ത പോയിന്റ്, ഷെയർ ഹോൾഡർ ഈസ് എ പ്രൊപ്പറേറ്റർ. ഷെയർ ഹോൾഡർ ഒരു പ്രൊപ്പറേറ്റർ ആണ്, അവിടെ ഓണറാണ്. എന്നാൽ ഡിബഞ്ചർ ഹോൾഡർ എന്ന് പറയുന്നത് ക്രെഡിറ്റർ ആണ്. അവരെ ക്രെഡിറ്റേഴ്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഡിബഞ്ചർ ഹോൾഡർ ഈസ് എ ക്രെഡിറ്റർ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ഷെയർ ഹോൾഡർ എൻജോയ്സ് വോട്ടിംഗ് റൈറ്റ്. ഷെയർ ഹോൾഡർ അവിടുത്തെ ഓണറാണ് അല്ലേ, അവരാണ് അവിടുത്തെ എല്ലാം. അതുകൊണ്ട് തന്നെ അവർക്ക് വോട്ടിംഗ് റൈറ്റ് എല്ലാം ഉണ്ട്. ദേ ഹാവ് എൻജോയ് വോട്ടിംഗ് റൈറ്റ്. ഓക്കെ,
ഹോൾഡർ ഹാസ് നോ വോട്ടിംഗ് റൈറ്റ്. ഡിബഞ്ചർ ഹോൾഡർ ഓണറൊന്നുമല്ല, അതുകൊണ്ട് തന്നെ അവർക്ക് വോട്ടിംഗ് റൈറ്റും ഇല്ല. ഇനി നെക്സ്റ്റ് പോയിന്റ്, ഷെയർസ് കനോട്ട് ബി ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്. ഷെയർസ് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഡിബഞ്ചറിലാണെങ്കിലോ നമുക്ക് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാൻ സാധിക്കും. ഇനി ലാസ്റ്റ് പോയിന്റ്, ഷെയർസ് കനോട്ട് ബി കൺവേർട്ടഡ് ഇൻ ടു ഡിബഞ്ചേഴ്സ്. ഷെയറുകൾ ഡിബഞ്ചേഴ്സായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ ഡിബഞ്ചേഴ്സ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഷെയർസ് ഇഫ് ദ ടേംസ് ഓഫ് ഇഷ്യൂ സോ പ്രൊവൈഡ്, ആൻഡ് ഇൻ ദാറ്റ് കേസ് ദീസ് ആർ നോൺ ആസ് കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്. അതായത് ഡിബഞ്ചർ ഹോൾഡർ നമുക്ക് ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഡിബഞ്ചറുകളെയാണ് നമ്മൾ കൺവേർട്ടബിൾ ഡിബഞ്ചർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എന്താണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്? ഡിബഞ്ചർ എന്താണ്, ചാർജ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടേം എന്താണ്, അതുപോലെ ബോണ്ട് എന്താണ്, ബോണ്ടും ഡിബഞ്ചറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഷെയറും ഡിബഞ്ചറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ആൻഡ് സപ്പോർട്ട് അവർ ചാനൽ. ഫോർ മോർ വീഡിയോ സബ്സ്ക്രൈബ് അക്യുവേദ.